നമസ്കാരം, ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിലൂടെ ചില പ്രധാന കാര്യങ്ങളാണ് പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കണം. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമന്റായി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. ഈ സമയം നിങ്ങൾ ശാന്തമായി ഇരിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നതായ പല പ്രാർത്ഥനകളുമുണ്ട്, അല്ലെങ്കിൽ മനസ്സിൽ നടന്നു കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഈ സമയം നിങ്ങൾ പലപ്പോഴും നിശ്ചലമായി പോകുന്ന സാഹചര്യമുണ്ട്. പല ചിന്തകളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്നത് അത് യാദൃശികമല്ല എന്ന കാര്യം നിങ്ങൾ ഓർക്കുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകമായി തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഭഗവാൻ നൽകുന്നതായ സാഹചര്യമാണ് ഉള്ളത് എന്നുകൂടി അറിയണം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രത്യേകമായ അനുഗ്രഹങ്ങൾ കടന്നു വരാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ആഗതമായിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒഴുക്കിയിരിക്കുന്നതായ ആ വിയർപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയത്നങ്ങൾ, അത്തരം കാര്യങ്ങൾ അത് ഒരിക്കലും വെറുതെയാകില്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമൃദ്ധി, ഐശ്വര്യം പ്രദാനം ചെയ്യുവാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങൾ കരഞ്ഞിരുന്നതായ സമയത്ത് അല്ലെങ്കിൽ മനസ്സ് വിഷമിച്ചിരുന്നതായ സമയങ്ങളിൽ എല്ലാം ഭഗവാൻ നിങ്ങളെ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ് വാസ്തവം. പലപ്പോഴും നിങ്ങളുടെ കരച്ചിലുകൾ അത് മനസ്സിൽ മാത്രം ഒതുക്കിയിരുന്നതായ സാഹചര്യമുണ്ട്, പുറമെ പ്രകടമാക്കാത്തതായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം പലപ്പോഴും മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾ ധൈര്യം അഭിനയിച്ചതായ സാഹചര്യം പോലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മനസ്സിൽ ഭാരം വച്ചുകൊണ്ട് തന്നെ പലപ്പോഴും ചിരിച്ചിരുന്ന സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളും കൊടുങ്കാറ്റ് പോലെ എത്രയോ തവണ നിങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചിരിക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതും വാസ്തവമാണ്. പല സംശയങ്ങളും ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നതും വാസ്തവം തന്നെയാണ്. എന്നാൽ പലപ്പോഴും പല രീതിയിലും വിഷമകരമായ കാര്യങ്ങൾ, അത് മാനസികമാകാം, ധനപരമാകാം, അത്തരം വിഷമകരമായ സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കാം. എന്നാൽ ഈ സമയം നിങ്ങൾ വളരെയധികം തളർന്നു പോയതായ സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. പ്രതീക്ഷ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമായതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിരുന്നു. പല കാര്യങ്ങളിലും നിങ്ങൾ നീറി നിന്നിരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഓരോ സമയങ്ങളിലും ഭഗവാൻ നിങ്ങൾക്ക് രക്ഷയ്ക്കായി ഉണ്ടായിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. പലപ്പോഴും നിങ്ങൾ വീഴാൻ തുടങ്ങുമ്പോഴെല്ലാം ഭഗവാൻ നിങ്ങളെ കാത്തു രക്ഷിച്ചിരുന്ന സാഹചര്യമുണ്ട്. ചില കാര്യങ്ങളിൽ അത് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെയധികം ശക്തി നിങ്ങളിലേക്ക് കടന്നു വരുന്നതായി നിങ്ങൾക്ക് അനുഭവഭേദ്യമാകുന്നു എന്നുള്ളതാണ്. പല അനുഗ്രഹങ്ങളെയും നിങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. കഠിനമായ സാഹചര്യങ്ങളെ പോലും നിങ്ങൾ നേരിട്ടിരിക്കുന്നതായ സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ കണ്ണിൽ നിന്നും ഓരോ കണ്ണുനീരും അടർന്ന് വീണിരുന്നതായ സാഹചര്യങ്ങളിൽ പോലും ഭഗവാൻ നിങ്ങൾക്ക് ശക്തി പകർന്ന് ഒപ്പമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് തീർച്ചയായും വെറുതെ ആയില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ശക്തിയെ വർദ്ധിപ്പിക്കുന്നതായ സാഹചര്യങ്ങൾ
ഉണ്ടായിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ വിശ്വാസം തന്നെയാണ് നിങ്ങളെ രക്ഷിച്ചിരുന്നത് അഥവാ കാത്തു രക്ഷിച്ചിരുന്നത് എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളിലും ഭയം നിങ്ങളെ വേട്ടയാടിയിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. അതിൽ നിന്നും നിങ്ങൾക്ക് അഥവാ അന്ധകാരത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരു വെളിച്ചത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സാഹചര്യം ആഗതമായിരിക്കുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നിങ്ങളുടെ സാന്നിധ്യം അത് കൃത്യമായി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാനും സ്വീകാര്യത വർദ്ധിപ്പിക്കുവാനും സാധിക്കും എന്നുള്ളതാണ് വാസ്തവം. പല കാര്യങ്ങളിലും നിങ്ങളുടെ മനസ്സ് വല്ലാതെ ഭയപ്പെട്ടിരിക്കുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും തെറ്റായി പോകുമോ എന്നൊരു ചിന്ത നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഉറച്ച വിശ്വാസം നിങ്ങളെ രക്ഷിക്കുന്നതായ സാഹചര്യം ഉണ്ടാകാം എന്നുള്ളതാണ്. ഭയത്തെ മറികടന്ന് ഈ സമയം വിശ്വാസത്തിന്റെ ചിറകിലേറി പറക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയായി മാറാം. ഈ സമയം നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ ഉയരങ്ങളിലേക്ക് നയിക്കുന്നതായ ഒരു സാഹചര്യം ഈ സമയം രൂപപ്പെടാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ പദ്ധതികൾ അത് തീർച്ചയായും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഈ സമയം തോൽവിയല്ല, തീർച്ചയായും ഈശ്വരന്റെ ഒരു പങ്കാളിത്തം അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാം എന്നുള്ളതാണ്. ആഗ്രഹങ്ങൾ കൃത്യമായി തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. മനോഹരമായി തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാൻ സാധിക്കും. ഈ സമയം കരങ്ങൾ ഭഗവാൻ ഉയർത്തി നിങ്ങളെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകാം എന്നുള്ളതാണ്. പ്രാർത്ഥനകൾക്ക് ഫലം കാണുന്നില്ല എന്ന സാഹചര്യമുണ്ട് എങ്കിൽ അതിൽ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും നിങ്ങളുടെ ക്ഷമ നശിച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ തീർച്ചയായും ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം പല വിധത്തിലും അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരികയാണ്. വിജയങ്ങളെ തീർച്ചയായും താങ്ങുവാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേരും. അതായത് പല കാര്യങ്ങളെയും കൃത്യതയോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളെ പല കാര്യങ്ങളിലും ബലപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം പലപ്പോഴും പല കൊടുങ്കാറ്റുകളെയും അതിജീവിച്ച് തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോയിരുന്നത് എന്നത് വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വളരെ വ്യത്യസ്തമായ ചില നിലപാടുകൾ കൈക്കൊള്ളുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. അതായത് കൃത്യതയോടെ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും എന്നത് വാസ്തവമാണ്. കഠിനമായ പരീക്ഷണങ്ങൾ പലപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ ഈ സമയം നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാം എന്നുള്ളതാണ്. ക്ഷമ കൃത്യതയോടെ മനസ്സിലാക്കുവാൻ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഗുണകരമായി ഭവിക്കുന്ന സാഹചര്യമുണ്ട്. ഈ സമയം അനുഗ്രഹങ്ങൾ കൃത്യമായി ജീവിതത്തിലേക്ക് വന്നു ചേരാം. അടിത്തറ പല കാര്യങ്ങളിലും ബലപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിജയം നിങ്ങളിലേക്ക് കടന്നു വരുന്ന സാഹചര്യമുണ്ട്. നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം എന്നുള്ളതാണ്. തടസ്സങ്ങളിൽ നിന്നും തീർച്ചയായും നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് എത്തുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളിലും നിങ്ങളുടെ വാതിലുകൾ അടഞ്ഞു പോയതായ സാഹചര്യമുണ്ട്. അതിൽ ഒരു മാറ്റം സംഭവിക്കാം. പലപ്പോഴും പല കാര്യങ്ങളും ജീവിതത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ നഷ്ടപ്പെട്ടിരുന്നതായ കാര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം അതിലും മികച്ചതായ പല കാര്യങ്ങളും ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വിഷമങ്ങളുടെ ആ കാലം അവസാനിക്കുന്നു എന്നുള്ളതാണ്. അതായത് എല്ലാ കാര്യങ്ങളിലുമല്ല, ചില കാര്യങ്ങളിൽ ഒരു മാറ്റം പ്രകടമാകാം എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത്രമേൽ കണ്ണീരണിഞ്ഞ അല്ലെങ്കിൽ അത്രമേൽ വിഷമകരമായ പ്രാർത്ഥനകൾ ഭഗവാന് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്ന, ഭഗവാന്റെ കാൽപാദങ്ങളിൽ അർപ്പിച്ചിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ.
നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഫലം സിദ്ധിക്കാവുന്ന സമയമുണ്ട് എന്ന കാര്യം ഓർക്കുക. ഈ സമയം നിങ്ങളുടെ ജീവിതം ഒരു പുതിയ തലത്തിലേക്ക് മാറുന്നതായ സാഹചര്യമുണ്ട്. പല ഗൂഢാലോചനകളും പല വ്യക്തികളും നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ അതെല്ലാം ഭഗവാൻ തന്നെ തടയിട്ടിരിക്കുന്നതായ സാഹചര്യം ജീവിതത്തിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. ഈ സമയം പല വിഷമകരമായ കാര്യങ്ങളും ഭഗവാൻ നീക്കം ചെയ്ത് നിങ്ങളെ മുന്നോട്ട് നയിച്ചിരിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. സ്വതന്ത്രമായി മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അത് സാധ്യമാകാവുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ നിങ്ങളുടെ ശക്തി കൃത്യമായി ബോധ്യപ്പെടുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും പല കാര്യങ്ങളും കഴിവുകളും ഉറങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങളെ ഉണർത്തുവാൻ നിങ്ങൾക്ക് സമയമാഗതമായിരിക്കുന്നു എന്നുകൂടി മനസ്സിലാക്കണം. പല കാര്യങ്ങളും കൃത്യമായി വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളിലും കൃത്യമായ സംസാരം നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്താണോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട പുരോഗതി അത് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയും പല സഹായങ്ങളും ജീവിതത്തിൽ സിദ്ധിക്കുന്നതായ സാഹചര്യങ്ങളും ഉണ്ടാകാം എന്നുള്ളതാണ്. ഈ സമയം വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല വാതിലുകളും നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുന്നതായ സാഹചര്യം രൂപപ്പെടാം എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും നിങ്ങളുടെ ഹൃദയം തകർന്നിരിക്കുന്ന സാഹചര്യമുണ്ട് എന്നതുപോലെ തന്നെ മനസ്സിലാക്കേണ്ടതായ കാര്യം ചില വ്യക്തികൾ നിങ്ങളുടെ ഹൃദയം തകർത്തിരിക്കുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും പലരും നിങ്ങളെ കുത്തി നോവിച്ചിരിക്കുന്നതായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നതും വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളിലും നിങ്ങൾ വേദനകൾ സഹിച്ചിരിക്കുന്ന, അപമാനം സഹിച്ചിരിക്കുന്നതായ സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ഭഗവാന്റെ സംരക്ഷണം അനുഭവിച്ചറിയുവാൻ സാധിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പലരും നിങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ട് എങ്കിലും, ഉപദ്രവിച്ചിട്ടുണ്ട് എങ്കിലും അവർക്ക് കാലം തന്നെ മറുപടി നൽകുന്ന സാഹചര്യം രൂപപ്പെടാം എന്നുള്ളതാണ്. ഇനി നിങ്ങളെ ഒരു ശക്തിക്കും തടയുവാൻ സാധിക്കില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടാവുന്ന സാഹചര്യമുണ്ട്. ഈ സമയം പല കാര്യങ്ങളിലും ഒരു പരിവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യമാകുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം ദൈവികമായ ശക്തിയെ അത് നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായും ഉണർത്തി തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ്. ശാന്തതയോടെ നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും പല സത്യങ്ങളും കൃത്യമായും മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു അത്ഭുതമായി മാറുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം എന്നുള്ളതാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾ ഈ കാര്യങ്ങൾ കൃത്യതയോടെ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ആര് തന്നെ എത്ര തന്നെ ശ്രമിച്ചാലും തകർക്കുവാൻ സാധിക്കാത്തതായ ആത്മാവിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ്. ഈ സമയം ആഴത്തിലുള്ള ആ സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഒരു പൂർണ്ണത അനുഭവിച്ചറിയുവാൻ സാധിക്കും. സമാധാനം കൃത്യതയോടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. അവരെ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നതും വാസ്തവമാണ്. ഈ സമയം പല കാര്യങ്ങളിലും പോരാടി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉടലെടുക്കാം എന്നുള്ളതാണ്. ഈ സമയം തീർച്ചയായും പല കാര്യങ്ങളിലും ഒരു സാവകാശം അനിവാര്യമായി തീരാം. എന്നാൽ ജീവിതത്തിലെ ഓരോ ബന്ധങ്ങളും കൂടുതൽ ദൃഢമാക്കുവാൻ സാധിക്കാവുന്ന സാഹചര്യവും ജീവിതത്തിൽ രൂപപ്പെടാം എന്നുള്ളതാണ്. ഈ സമയം പല കാര്യങ്ങളും നിങ്ങളെ ശുദ്ധീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പ്രവേശിക്കും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്
നിങ്ങളുടെ ആത്മാവ് കൊണ്ട് തന്നെ പല കാര്യങ്ങളിലും കൃത്യമായി ഒരു പ്രാർത്ഥന നടത്തിയിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ഈ സമയം നിങ്ങൾക്ക് പ്രത്യേകിച്ചും ചില കാര്യങ്ങളോട് പോരാടി വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം നിങ്ങളുടെ നിശബ്ദത പല കാര്യങ്ങളിലും മറ്റുള്ളവർക്ക് വിഷമങ്ങൾ സൃഷ്ടിക്കാം എന്നുള്ളതാണ്. എന്നാൽ അത്തരം കാര്യങ്ങളെ കൃത്യതയോടെ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. യഥാർത്ഥമായ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉയർച്ച കൊണ്ടുവന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഈ സമയം തീർച്ചയായും പല നിർബന്ധങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നതും വാസ്തവമാണ്. ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾ അനുഭവിച്ചു പോരുന്ന ആ വിഷമതകൾ അല്ലെങ്കിൽ സ്പർശിക്കുന്നതെല്ലാം അബദ്ധമായി മാറുന്ന സാഹചര്യങ്ങളിൽ നിന്നും ഒരു മാറ്റമാണ് കടന്നു വരിക. ഈ സമയം നിങ്ങൾക്ക് ഭഗവാന്റെ ദർശനം ലഭിക്കുന്നതായ സാഹചര്യം അത് നിങ്ങളുടെ നേത്രങ്ങൾ കൊണ്ടല്ല, മറിച്ച് ദൈവാംശമായ ആത്മാവ് കൊണ്ട് നിങ്ങൾക്ക് ഭഗവാനെ ദർശിക്കുവാനുള്ള അവസരങ്ങളും ഭഗവാൻ നൽകുന്നു എന്നുള്ളതാണ്. ഈ സമയം തീർച്ചയായും ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ചില വാക്കുകൾ പറയുകയും അല്ലെങ്കിൽ ചില സന്ദേശങ്ങൾ നൽകുന്നതായ സാഹചര്യമുണ്ട് എന്നതും അത് കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം ഇടുങ്ങിയ വഴികളിലൂടെ പോലും നിങ്ങൾക്ക് ധൈര്യത്തോടെ നടക്കുവാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകാം എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും ശൂന്യത അനുഭവിച്ചു പോന്നിരുന്ന നിങ്ങൾക്ക് പൂർണ്ണത അനുഭവിക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ വാക്കുകൾ അത് കൃത്യതയോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. വാക്കുകൾ പാലിക്കപ്പെടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഈ സമയം തീർച്ചയായും ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിച്ചത് ഭഗവാന്റെ അനുഗ്രഹമായി തന്നെ കാണണം. കാരണം ഈ സമയം ശുഭകാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. ഈ കേൾക്കുന്ന നിമിഷം പോലും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളിലേക്ക് നൽകിയിരിക്കുന്ന ആ പോസിറ്റീവായ ഊർജത്തെ സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് നീങ്ങണം.